കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വിലപ്പെട്ട 2 മനുഷ്യജീവനുകളാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പൊലിഞ്ഞത്. കുറച്ചു കാലമായിട്ട് വന്യജീവി ആക്രമണത്തിൽ മരിച്ചു വീഴുന്ന സാധാരണ മനുഷ്യരുടെ എണ്ണം ദിനംതോറും എന്നോണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിലില്ലാത്ത വിധത്തിൽ എന്തുകൊണ്ടാണ് ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്നും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മനുഷ്യരുടെ നേരെ, വളർത്തുമൃഗങ്ങളുടെ നേരെ ആക്രമണങ്ങൾ ഉണ്ടാവുന്നതെന്നും നമ്മൾ വളരെ ഗൗരവത്തോടെ പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ശാസ്ത്രീയമായി തന്നെ ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷെ നമുക്ക് കൃത്യമായി തന്നെ കണ്ടെത്താവുന്ന ധാരാളം കാരണങ്ങൾ ഈ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് ഉണ്ട്. ഈ കാരണങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് പ്രതിവിധി കണ്ടെത്തേണ്ടതുണ്ട്. ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്? വന്യമൃഗങ്ങൾക്ക് നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യനെ ആക്രമിക്കണമെന്നുള്ള സ്വാഭാവികമായ ആഗ്രഹമൊന്നും ഉണ്ടായിട്ടല്ല. പ്രത്യേകിച്ച് ആനയെ പോലുള്ള ജീവികൾ, സസ്യഭുക്കുകളായിട്ടുള്ള ജീവികൾ, അവർ കാട്ടിൽ തന്നെ ഈ മനുഷ്യരുടെ ശല്യത്തിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവയാണ്. നമ്മുടെ കാടുകളുടെ അവസ്ഥ എന്താണെന്നാണ് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മുടെ കാടുകളിൽ ഇന്ന് കാടുണ്ടോ, മരങ്ങളുണ്ടോ, ഫലവൃക്ഷങ്ങളുണ്ടോ? ഇതെല്ലാം തന്നെ ഇല്ലാതായിരിക്കുന്നു. കാടുകൾ അക്കേഷ്യയും തേക്കും കൊന്നയും എല്ലാം വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ സ്വാഭാവികത പൂർണ്ണമായി നഷ്ടപ്പെടുത്തിയ അവസ്ഥയിലാണെന്നുള്ളതാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. വന്യമൃഗങ്ങളെ കാടുകളിൽ തന്നെ ജീവിക്കാൻ ഉള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. സസ്യഭുക്കുകളായിട്ടുള്ള മൃഗങ്ങൾ, ഇപ്പോൾ ആന പോലുള്ള മൃഗങ്ങൾ, അവർ നാട്ടിൽ വന്നിട്ട് അവർ ഇപ്പോൾ പ്ലാവിൽ നിന്ന് ചക്ക അടുത്ത് കഴിക്കുന്നു, അതുപോലെ മനുഷ്യരുടെ റേഷൻ ഷാപ്പിൽ വന്ന് അരി കഴിക്കുന്നു. ഇതിനൊക്കെ കാരണമാവുന്ന അവർക്ക് ഭക്ഷണം ലഭിക്കാതെ വരുന്നതിലാണ്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഈ വനവൽക്കരണം എന്ന പേരിൽ മറ്റു ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള പലതരം മരങ്ങളും ഒക്കെ ഈ ആവാസ വ്യവസ്ഥക്ക് വിരുദ്ധമായ രീതിയിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചുപിടിപ്പിക്കുകയും സ്വാഭാവികമായ കാട്ടിൻ്റെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുകയും ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. ഏറ്റവും ആദ്യമായി ചെയ്യേണ്ട കാര്യം, ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട കാര്യം കാടിൻ്റെ ആവാസ വ്യവസ്ഥ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം കാട്ടിനുള്ളിൽ ലഭിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കാടുകൾ മുഴുവൻ വറ്റി വരണ്ട് കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ കാടുകളിൽ ധാരാളമായിട്ട് ജലം ലഭിക്കാനുള്ള സംവിധാനങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ധാരാളം കുളങ്ങളും അതുപോലുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ട് ധാരാളമായിട്ട് വെള്ളം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഈ മൃഗങ്ങൾ ഒരു പരിധിവരെ ആ വനങ്ങളിൽ കഴിയും. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടുള്ള ഫലവൃക്ഷങ്ങൾ, ഇപ്പോൾ കുരങ്ങായാലും ആനയായാലും അതുപോലുള്ള സസ്യഭുക്കുകൾക്കെല്ലാം തന്നെ നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ വളരുന്ന മാവ്, പ്ലാവ്, അതുപോലുള്ള ഈ അത്തി ഒക്കെ തുടങ്ങിയുള്ള ധാരാളം ഫലവൃക്ഷങ്ങളുണ്ട്. ഈ ഫലവൃക്ഷങ്ങൾ നന്നായി കാടിനുള്ളിൽ വെച്ച് വളർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ, അത് കൃത്യമായിട്ട് നടപ്പാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ അടിക്കാടുകൾ പൂർണ്ണമായി നഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ അവിടെ ഈ പുല്ല് വളരാതിരിക്കുന്നതും എല്ലാം തന്നെ ഈ ചെറിയ മൃഗങ്ങൾ, ഇപ്പോൾ മുയൽ, അതുപോലെ തന്നെ മാൻ തുടങ്ങിയ മൃഗങ്ങളുടെ വംശശോഷണത്തിന് കാരണമാവുന്നുണ്ട്. ഇത്തരത്തിൽ ധാരാളം വെള്ളം ലഭ്യമാകുന്നതോടുകൂടി, ജലലഭ്യത വർദ്ധിക്കുന്നതോടുകൂടിയിട്ട് അവിടെ സ്വാഭാവികമായിട്ടും അടിക്കാടുകൾ വളരും. അടിക്കാടുകൾ വളരുന്നതോടെ മുയൽ, അതുപോലെ മാൻ ഒക്കെ തുടങ്ങിയിട്ടുള്ള ഈ ചെറിയ ജീവിവർഗങ്ങൾ ധാരാളമായിട്ട് കാട്ടുകളിൽ ഉണ്ടാവും. ആ ജീവിവർഗങ്ങൾ ഉള്ളപ്പോൾ നമ്മുടെ മാംസബുക്കുകളായിട്ടുള്ള ഇപ്പോൾ ഈ പുലിയും നരിയും ഒക്കെ അതിൻ്റെ പിറകെ പോയിക്കോളും. കാരണം ഇപ്പോൾ മിക്കവാറും നാടുകളിലേക്ക് ഇറങ്ങുന്ന ഇത്തരത്തിലുള്ള ജീവികൾ, പുലിയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരു രീതിയിലും സ്വാഭാവികമായിട്ട് ഇര തേടാനാവാത്ത അവസ്ഥ വരുമ്പോഴാണ് അവർ നാട്ടിലേക്ക് ഇറങ്ങി നമ്മുടെ വളർത്തുമൃഗങ്ങളെയും അതിൽ മനുഷ്യരെയും അറ്റാക്ക് ചെയ്യുന്നത്. അതേസമയം അവർക്ക് ഇത്തരത്തിലുള്ള ചെറു ജീവികൾ വനങ്ങളിൽ ലഭ്യമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ പ്രായമായ മൃഗങ്ങൾ
അതിനെയൊക്കെ ഭക്ഷിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞോളും. അവിടെ നിന്ന് പുറത്തേക്ക് വരാൻ സാധ്യതയില്ല. കാരണം പൊതുവെ വന്യമൃഗങ്ങൾക്ക് പുറത്തു വരികയും ഈ നാട്ടിൻ്റെ തുറസിലേക്ക് ഇറങ്ങാൻ ഒട്ടും താല്പര്യമില്ലാത്ത ജീവിവർഗങ്ങളാണ്. അതിന് അവിടെ യാതൊരു തരത്തിലും ഈ ഭക്ഷണം ലഭിക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നതിലാണ് അവർ പുറത്തേക്ക് വരുന്നത്. അത് സസ്യഭുക്കായിട്ടുള്ള ആന പോലുള്ള ജീവികളായാലും അതുപോലെ മാംസഭുക്കളായിട്ടുള്ള ഈ പുലി പോലുള്ള മൃഗങ്ങളായാലും. അപ്പോൾ ഈ സ്വാഭാവിക വനത്തിൻ്റെ സ്വാഭാവികത വീണ്ടെടുക്കുക, അതിൽ ഈ പറയുന്ന വന്യമൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. പിന്നെ മറ്റൊരു കാര്യം, ഇന്ന് ഈ വനപ്രദേശങ്ങളിലെല്ലാം തന്നെ ധാരാളം വനത്തിനകത്ത് ധാരാളം റിസോർട്ടുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം കോറികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കോറികളുടെയും റിസോർട്ടുകളുടെയൊക്കെ പ്രവർത്തനം തീർച്ചയായും ബാധിക്കുന്ന ആരെയാണ്? ഈ വന്യമൃഗങ്ങളെയാണ്. ഈ ശബ്ദം ഇഷ്ടപ്പെടാത്ത ആനയ്ക്ക് രാത്രിയിൽ മുഴുവൻ ഈ ശബ്ദം മറ്റു റിസോർട്ടുകളിലും മറ്റും താമസിക്കുന്ന ആളുകളുടെ അവിടെ ഉണ്ടാക്കുന്ന പാർട്ടികളും ബഹളങ്ങളും എല്ലാം തന്നെ ഈ അവരുടെ ആവാസ വ്യവസ്ഥയെ നന്നായി ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോറിയിങ്ങും ഇതുപോലെ തന്നെ ഈ വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ നന്നായി ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആക്ടിവിറ്റീസ്, ആൻറ്റി ഫോറസ്റ്റ് ആക്ടിവിറ്റീസ് അതിൽ നിന്ന് നടത്താതിരിക്കുകയും അതുപോലെ സ്വാഭാവിക വനം അതിൻ്റെ സ്വാഭാവികത നിലനിർത്തിക്കൊണ്ട് തന്നെ പുനഃസൃഷ്ടിക്കുകയും ചെയ്താൽ മാത്രമേ ഈ വന്യമൃഗശല്യത്തിന് പരിഹാരമാവുകയുള്ളൂ. ആ പരിഹാരം എന്ന് നമ്മൾ കണ്ടെത്തുന്നു അന്ന് മാത്രമേ നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് പരിപൂർണമായിട്ട് രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. അതുവരെ നമ്മൾ ഈ ഓരോ ദിവസവും ഈ വിലപ്പെട്ട മനുഷ്യജീവനുകൾ ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുമ്പോൾ, വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെടുമ്പോൾ നമ്മൾ സഹതപിച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ വീണ്ടും അവിടെ അതിനെക്കുറിച്ച് വലിയ വാചാരരായിട്ട് അടുത്ത ദിവസം വീണ്ടും അത് മറക്കുകയാണ്. നമ്മൾ വീണ്ടും ഈ അടുത്തൊരാക്രമണം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സജീവമാകുന്നത്. ആ രീതിയിലുള്ള ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു ഗുണവും ലഭിക്കാൻ പോകുന്നില്ല. യഥാർത്ഥ പ്രശ്നം എന്താണെന്നുള്ളത് കണ്ടെത്തി അതിന് പരിഹാരം കാണുക എന്നുള്ളതാണ് നമ്മുടെ അധികാരികൾ ആദ്യമായി സ്വീകരിക്കേണ്ട മാർഗം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കാട്ടുപന്നികളുടെ എണ്ണ കൂടുതലാണ്. നമ്മുടെ വനങ്ങളിൽ വളരെയധികം പെറ്റുവരികയാണ് കാട്ടുപന്നികൾ. ഈ കാട്ടുപന്നികൾ വരുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ അത് പൂർണ്ണമായിട്ടും ആ വനത്തിലെ ആവാസ വ്യവസ്ഥയെ ആ കാട്ടുപന്നികൾ നശിപ്പിക്കുന്നുണ്ട്. മറ്റ് മൃഗങ്ങൾ വനത്തിലെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നില്ല. അതേസമയം കാട്ടുപന്നികൾ അതിൻ്റെ ഭക്ഷണം തേടുന്നതിൻ്റെ ഭാഗമായിട്ട് അത് കാട് മുഴുവൻ കുത്തി ഇളക്കുകയും അതുപോലെ അതിലുള്ള ചെറുചെടികളും അതുപോലുള്ള എല്ലാം തന്നെ അവർ നശിപ്പിക്കുകയും ചെയ്യും. കിഴങ്ങ് വർഗ്ഗങ്ങളും എല്ലാം തന്നെ അവർ നശിപ്പിക്കുന്നുണ്ട്. അത് ഈ ചെറുമൃഗങ്ങളുടെ ഭക്ഷണ ലഭ്യതയ്ക്ക് വലിയ ഒരു തടസ്സം സൃഷ്ടിക്കുന്നു. അതുപോലെ തന്നെ ഈ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും പരിക്കേൽക്കുന്നുണ്ട്. കാട്ടുപന്നിയെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ള ധാരാളം ഈ പുലികളെ പോലുള്ള ജീവികളൊക്കെ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ധാരാളമായിട്ട് പരിക്കേൽക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും അവർ പിന്നീട് നാട്ടിലേക്ക് കയറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഈ കാട്ടുപന്നികളുടെ എണ്ണത്തിൽ നിയന്ത്രണം വരുത്തേണ്ടത് ആവശ്യമാണ്. ലോകത്തുള്ള മറ്റു പല രാജ്യങ്ങളിലും കാട്ടുപന്നിയെ ഒരു വന്യമൃഗത്തിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനെ ഒരു ഫോറസ്റ്റ് വീഡ് എന്ന രീതിയിലാണ്, ഒരു കള എന്ന രീതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ കാട്ടുപന്നിയുടെ ശല്യം അവസാനിപ്പിക്കാനുള്ള ശ്രമവും വളരെ അടിയന്തരമായി ചെയ്യേണ്ടതാണ്. ഈ കാട്ടുപന്നികളുടെ എണ്ണം കൂടി വരികയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്ന മറ്റ് മൃഗങ്ങൾക്ക് പോലും കാട്ടിൽ പോലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. ഇതൊക്കെ തികച്ചും ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളിൽ കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം നമ്മൾ അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കമ്പ്യൂട്ടർ കിട്ടുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ ഇതിനെ പുറത്തേക്ക് വരുന്ന പ്രിവെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പോയതുകൊണ്ട് മാത്രം ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. അതിനാൽ മേൽപ്പറഞ്ഞ വിഷയങ്ങൾ ഇപ്പോൾ കാടിലെ സ്വാഭാവികത നിലനിർത്തുന്നതിലും അതുപോലെ തന്നെ ചെറുജീവികൾ അവിടെ വളർന്നു വരുന്നതിലും അതുപോലെ ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിലും ആണ് അടിയന്തരമായിട്ട് നമ്മുടെ ശ്രദ്ധ പതിയേണ്ടത്. പശ്ചിമഘട്ട മലനിരകളെക്കുറിച്ചുള്ള ഏറ്റവും വിശദമായ പഠനം മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടാണ്. അധികാരികൾ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പഠിക്കുവാൻ ഇനിയെങ്കിലും തയ്യാറാവും. കാരണം മാധവ് ഗാഡ്ഗിൽ വളരെ കൃത്യമായി തന്നെ എത്തരത്തിൽ
വന്യമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിച്ചു നിർത്തണം എന്ന് ആ റിപ്പോർട്ടിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വരുന്ന മൃഗങ്ങളെ കള്ളിയേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ എണ്ണം കുറച്ച് നിർത്തിയില്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങൾ എണ്ണത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് മറ്റു മൃഗങ്ങൾക്കും ആ കാട്ടിനും തന്നെ അപകടമായി മാറും. അതാണ് ഇപ്പോൾ കാട്ടുപന്നികളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അത്തരത്തിൽ എണ്ണം നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ, അതിന് ആവശ്യമായ കള്ളിങ് നടത്തിയില്ലെങ്കിൽ കാടും മൃഗങ്ങളും മനുഷ്യരും നശിക്കുമെന്ന് കൃത്യമായി തന്നെ മാധവ് ഗാഡ്ഗിൽ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ വിശദമായി അധികാരികൾ പഠിക്കണം. ഗാഡ്ഗിൽ റിപ്പോർട്ട് കേരളത്തിൻ്റെ പശ്ചിമഘട്ട മലനിരകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. ആ രേഖ ഇനിയെങ്കിലും പഠിക്കുവാൻ അധികാരികൾ തയ്യാറാവണം.